ഹലോ ഓൾ, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറച്ചധികം എന്ന് പറഞ്ഞാൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഒരു വ്ളോഗ് തന്നെ ഞാൻ ഇടണത്. ഷോർട്ട് ഇടാനാണ് എനിക്കിഷ്ടം. വ്ളോഗ് ഇടുന്നത് പലപ്പോഴും എന്തെങ്കിലും ഒരു ഒക്കേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ട്രാവൽ വ്ളോഗൊക്കെ ആയിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാനും ഹസ്ബൻഡും ജസ്റ്റ് ഒന്ന് പുറത്ത് എവിടെയെങ്കിലും പോയിട്ട് വരാമെന്നുള്ള തീരുമാനത്തിൽ ഇറങ്ങിയതാണ്. അപ്പോൾ കുറച്ച് നാളായി പുള്ളിക്കാനും പോകണം എന്നൊക്കെ എത്തിയിരിക്കുന്നു. അങ്ങനെ നേരെ അങ്ങോട്ട് വിട്ടു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു. നമ്മളൊരു തൊടുപുഴ, ഇടുക്കി ആ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ രാവിലെ ഒരു 10 മണിയായപ്പോഴാണ് നമ്മൾ ഇറങ്ങിയത്. നേരത്തെ ഇറങ്ങാന്നൊക്കെ പ്ലാൻ ചെയ്തതാണ്. പിന്നെ മഴയൊക്കെ ആയത് കാരണം അങ്ങനെ വെയിറ്റ് ചെയ്യുന്നതാ. നല്ല അടിപൊളി വഴിയായിരുന്നു പോണതൊക്കെ. അപ്പോൾ അങ്ങനെ ഡ്രൈവ് ചെയ്ത് നമ്മൾ കുറച്ചുണ്ടായി. മൂന്നാറിനേലും കുറച്ചുണ്ടായതായിട്ട് എനിക്ക് തോന്നി ദൂരം. അങ്ങനെ നമ്മൾ പുള്ളിക്കാനം എത്തിയിട്ടുണ്ട്. ഞാൻ സ്റ്റോറിയൊക്കെ ഇട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചു, കുട്ടിക്കാനം പുള്ളിക്കാനം തമ്മിൽ മാറിപ്പോണ്ടേ? രണ്ടും ഡിഫറെൻറ്റ് പ്ലേസ് ആണ്. കുട്ടിക്കാനം വേറെ സ്ഥലം, പുള്ളിക്കാനം വേറെ സ്ഥലം. പക്ഷെ ഏകദേശം അടുത്തടുത്തായിട്ടാണ്. ഭയങ്കര രസമാണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് ടൈമാണ് പോണത്. പക്ഷെ നമുക്ക് ഒരു മൂന്നാർ വേറൊരു വൈബ്, ഇത് വേറൊരു വൈബ്. നമുക്കിങ്ങനെ ആ തേയിലത്തോട്ടത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഉള്ളിലൊക്കെ കയറി ഭയങ്കര രസമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. അതിൻ്റെ ഉള്ളിൽ നല്ല വിശാലമായിട്ടുള്ള ലൈക്ക് നമ്മൾ പുല്ല് വിരിച്ച പോലത്തെ കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നല്ല ചാറ്റൽ മഴയൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ടിങ്ങനെ നിൽക്കാൻ തന്നെ നല്ല രസമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 1 hourൻ്റെ അടുത്ത് തന്നെ അവിടെ അങ്ങനെ നിന്നു. പിന്നെ ഞങ്ങളപ്പം റെയിൻകോട്ട് വാങ്ങിയിട്ടുണ്ടായില്ല. സോ അത് കാരണം പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. നല്ല രസമായിരുന്നു. നല്ല ഒരു ഭയങ്കര പീസ്ഫുള്ളായിരുന്നു. കുറേ നേരം അവിടെ നിന്നു. നമ്മൾ ഈ പല ഫിലിംസിലൊക്കെ കാണുന്ന നല്ല രസമായിരുന്നു. പിന്നെ പുള്ളിക്കാരൻ എസ്റ്റേറ്റിൻ്റെ അവിടെ പോയായിരുന്നു. ഉള്ളിലേക്കൊന്നും കയറിയില്ല കേട്ടോ. സൺഡേ ആയിരുന്നല്ലോ. അങ്ങനെ അവിടെ പോയി അതൊക്കെ കണ്ട് എല്ലാവരും വന്നു കഴിഞ്ഞാൽ വിസിറ്റ് ചെയ്യുന്ന സ്ഥലമാണ് പുള്ളിക്കാരത്ത്. എല്ലാം ഭയങ്കര വിൻറ്റേജ് ടൈപ്പ് സ്ഥലങ്ങളായിരുന്നു അവിടെ മൊത്തം. അമ്പലങ്ങളായാലും വീടുകളായാലും എല്ലാം നമ്മൾ ശരിക്കും നമുക്ക് പിൻട്രസ്റ്റിലൊക്കെ കാണുന്ന പോലെ പിക്ചേഴ്സ് പോലത്തെ സ്ഥലങ്ങളായിരുന്നു. ദെൻ ഞങ്ങൾ നേരെ എവിടേക്കാ വാഗമൺ പോകാമെന്ന് പറഞ്ഞു. ജസ്റ്റ് വാഗമൺ എത്തണ്ടതിന് മുമ്പായിട്ട് തങ്ങൾപ്പാറ ഉണ്ടല്ലോ, അവിടെ പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പോയിട്ടില്ല, ഹസ്ബൻഡ് പോയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞ് ഞങ്ങൾ പ്ലാനൊക്കെ ഇട്ട് ഇറങ്ങി. അപ്പോൾ ചെന്ന് പോണ വഴിക്ക് ഞങ്ങളൊന്നും കഴിച്ചിട്ടില്ല. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതാ, പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല. വിശന്നില്ല കേട്ടോ, മഴയാണല്ലോ. സോ അങ്ങനെ നേരെ പോയിട്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായി കേട്ടോ. അപ്പോൾ അടുത്തെന്ന് പറഞ്ഞാൽ കുറച്ച് ട്രാവൽ ചെയ്തപ്പോഴാണ് ഒരു കടകളൊക്കെ ഉള്ള ഏരിയ വന്നത്. അങ്ങനെ അവിടെ നിന്ന് നേരെ ചായ കുടിക്കാനായിട്ട് പോയി. ചായ കുടിച്ചു. അപ്പോഴത്തേക്കും ചെറിയ മഴ പിന്നെയും പെയ്തു തുടങ്ങുന്നുണ്ട്. പോണ വഴിയിലൊക്കെ നല്ല രസമായിട്ട് കോട വന്ന് തുടങ്ങണ്ടായിട്ടോ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എത്രത്തോളം എനിക്ക് വീഡിയോയിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റിയെന്ന് പറഞ്ഞോടാ. ഭയങ്കര രസമായിരുന്നു. നമുക്ക് റോഡ് ശരിക്കും വിസിബിൾ അല്ലാത്ത രീതിയിലായിരുന്നു കോട. ഒരു തണുപ്പ്, ഞാൻ ഇറങ്ങിയ ടൈമിൽ എനിക്ക് തണുപ്പൊന്നും തോന്നില്ല കേട്ടോ. പക്ഷെ ഒരു ഉച്ച കഴിഞ്ഞ ആ ടൈം ആയപ്പോഴത്തേക്ക് നല്ല തണുപ്പ്. അങ്ങനെ നമ്മളിതാ ചായ കുടിക്കാനായിട്ട് ഇറങ്ങി. അവിടെ കുറേ ആൾക്കാരുണ്ടായിട്ടോ. കുറേ കടകളുണ്ടായി. അതുപോലെ തന്നെ നല്ല അത്യാവശ്യം റഷുള്ളൊരു ഏരിയ ആയിരുന്നു. തങ്ങൾപ്പാറേൻ്റെ അടുത്തുനിന്നൊരു 6 കിലോമീറ്ററിൻ്റെ അടുത്തായിരിക്കും ഈ ഒരു കട ഉള്ളത്. അങ്ങനെ അവിടെ ചെന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തങ്ങൾപ്പാറയിലേക്ക് പോയപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത് അവിടെ ക്യാഷ് മാത്രമേ ഉള്ളൂ, ഗൂഗിൾ പേ ഇല്ലയെന്ന്. ഞങ്ങളാണെങ്കിൽ ക്യാഷ് എടുത്തില്ല. സോ ഞങ്ങൾ ക്യാഷ് വാങ്ങാനായിട്ട് തിരിച്ച് ഈ കടയിലുള്ള ആ ചേട്ടനായിട്ട് അത്യാവശ്യം കമ്പനിയായി നമ്മുടെ എറണാകുളത്തുള്ള ഒരാൾ തന്നെയാണ് കേട്ടോ. ആള് വീക്കെൻഡ്സിൽ ഈ പുള്ളിയുടെ നാട് വഴിയാണ്, അങ്ങനെ പോകും. അങ്ങനെ ക്യാഷ് എക്സ്ചേഞ്ച് ചെയ്ത് വാങ്ങാനായിട്ട് വന്നു. അതും വാങ്ങി, ഒരു റെയിൻകോട്ടും വാങ്ങി ഞങ്ങൾ തിരിച്ച് പോയി. എന്തായാലും ആഗ്രഹിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞു, നീ എന്തായാലും കയറാൻ തങ്ങൾപ്പാറ അടിപൊളിയാന്ന് പറഞ്ഞ് അങ്ങനെ പോകാനായിട്ടിരുന്നതാണ്. അങ്ങനെ ഞങ്ങൾ തിരിച്ചത് ഇപ്പം എന്താ അവിടെ ക്ലോസ്ഡ് ആക്കി. സോ അത് ഞങ്ങൾക്ക് പോകാൻ പറ്റിയില്ല. അപ്പം എന്നെ കാണിച്ചു തന്നു, ഈ കാണുന്നതാണ്, ഇവിടെ നിന്ന് അവിടം വരെ നമ്മൾ നടക്കണം, ഭയങ്കര എന്താ രസമാണ് മേളിൽ ചെന്ന് കഴിഞ്ഞാൽ. അങ്ങനെ ഞങ്ങൾ വിഷമിച്ചിറങ്ങിയപ്പോഴാണ് അതിലും അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ട് കിട്ടിയത്. എന്ന് പറഞ്ഞാൽ ആരും അങ്ങനെ ശ്രദ്ധിക്കില്ല കേട്ടോ. ഈ തങ്ങൾപ്പാറയിന്ന് കൂടിപ്പോയ 2 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ മേളിലേക്കാണ്. അവിടെ ഒരാൾ നിൽക്കണ കണ്ടപ്പോൾ ഞങ്ങൾ ജസ്റ്റ് വണ്ടി നിർത്തി ഇറങ്ങിയതാണ്.
അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളിയായിട്ടുള്ളൊരു സ്പോട്ടായിരുന്നു. ഞങ്ങൾ കുറേ നേരം ഇങ്ങനെ കണ്ണടച്ചിങ്ങനെ അവിടെ ഇരുന്ന് ഭയങ്കര വാട്ടർഫോൾസിൻ്റെ ഒച്ചയും മഴ പെയ്യണ ഒച്ചയും നല്ല തണുത്ത കാറ്റും കോടയൊക്കെ ആയിട്ട് അടിപൊളി രസമായിട്ടുള്ള സ്ഥലമായിരുന്നു. നിങ്ങൾ തങ്ങൾപ്പാറയൊക്കെ വരണമെങ്കിൽ അവിടെ നിന്ന് സ്ട്രെയിറ്റ് പോന്നാൽ മതി, 2 കിലോമീറ്റർ മതി, അപ്പം ഈ ഒരു സ്ഥലം കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ നേരെ തിരിച്ചിട്ടു. ഞാൻ അധികം എന്താ പറയുക ഷോർട്സ് ഒന്നും എടുത്തിട്ടില്ല, കാരണം മെയിൻ ഫോക്കസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു ട്രാവൽ ഒന്ന് എൻജോയ് ചെയ്യാന്നുള്ളതായിരുന്നു. അങ്ങനെ വന്ന വഴിക്ക് ഞാൻ പറഞ്ഞല്ലോ ഒന്നും കഴിച്ചിട്ടുണ്ടായില്ല. വിശപ്പൊന്ന് ശമിപ്പിക്കാനായിട്ട് ജസ്റ്റ് ചായ കുടിച്ചു, പഴംപൊരിയൊക്കെ കഴിച്ചു. അടിപൊളി പഴംപൊരി ആയിരുന്നു, നല്ല മൊരിഞ്ഞ പഴംപൊരി ആയിരുന്നു ഇവിടുത്തെ. അത് കഴിഞ്ഞ് മൂവാറ്റുപുഴയൊക്കെ എത്തിയപ്പോൾ അൽറീമിൽ കയറി മന്തിയൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ചെറിയ 1 ഡേ ട്രാവൽ വ്ളോഗ് ഇവിടെ തീർത്തു. സോ ഇത്രയൊക്കെ ഉണ്ടായുള്ള വിശേഷം. പെട്ടെന്നുള്ളൊരു ട്രിപ്പായിരുന്നു, ഭയങ്കര ഹാപ്പിനെസ്സും സമാധാനമൊക്കെ കിട്ടിയൊരു ട്രിപ്പാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും പുള്ളിക്കാരൻ പോകണമെങ്കിൽ ഇവിടേക്കൊന്നും പോയി നോക്കാം കേട്ടോ, നല്ല രസം. ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ പോകണം, അടിപൊളി സീസണാണ്, നല്ല മഴയും കോടയൊക്കെ ആയിട്ട് നല്ല രസമാണ്. ഒട്ടും വെറുതെ ആവില്ല പോയി കഴിഞ്ഞാൽ. അപ്പോൾ ഓക്കെ, ബൈ.